ഓ കൊള്ളാം, സ്ഥലം അടിപൊളി. വെള്ളത്തിനകത്ത് നിൽക്കാൻ എന്താ രസം എന്നറിയോ? കണ്ടു നോക്കൂ ഗൈസ്. ഇവിടുന്ന് നമ്മൾ നടന്ന് അങ്ങറ്റം വരെ പോകും. ദൂരെ പോകണം. പക്ഷേ ഈ വെള്ളത്തിനത്ര നടക്കാൻ എന്താ സുഖം എന്നറിയോ? കണ്ടോ, കാലുണ്ടോ? ബോട്ടിംഗ് എല്ലാം ഉണ്ട് ഇവിടെ. ഗൈസ് ബോട്ടിങ് സ്ഥലമെല്ലാം അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. അത്യാവശ്യം കുഴപ്പമില്ല. നമുക്കിനി കണ്ട് വരാം. അവിടെ നിന്നാണ് നമ്മൾ വരുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ഇവിടുന്ന് ഇങ്ങനെ നടന്നാണ് വരുന്നത്. ഇതിലേ ഇങ്ങനെ നടന്ന് വരും. എൻ്റെ കൂട്ടുകാരൻ അപ്പു നടന്ന് അങ്ങ് പോയിട്ടുണ്ട്. സ്ഥലത്തെ പറ്റി നിങ്ങൾക്ക് ഏകദേശം അറിയാമെന്ന് വിചാരിക്കുന്നു. അതിന് ബാക്കിയും കൂടെ കാണിച്ചു തരാം. നമ്മൾ പോവാണ്. ബോട്ടിങ് എല്ലാം ഉണ്ട് ഇവിടെ. ആഴം ഉണ്ടോടാ? ഇങ്ങനെ നടന്ന് ഇതൊരു ബോട്ടാണ്. ഇതൊരെണ്ണം. അവിടെ ഒരു ചെറിയ സ്പീഡ് ബോട്ടൊക്കെ ഉണ്ട്. ലൈഫ് ജാക്കറ്റ് എല്ലാം കിടപ്പുണ്ട്. നടന്ന് നമ്മൾ പോവാണ്. ഏകദേശം നമ്മളെ എത്താറായി വരുന്നു. കൊട്ടാഞ്ചേരിയാണ് പോകുന്നത് മക്കളെ. ഇല്ല, ബോട്ടിങ്ങിന് വള്ളത്തെ പോകണോ? അവർ ചോദിക്കുക വെള്ളത്തിൽ പോകുന്നുണ്ടോ ബോട്ടിങ്ങിന് പോകുന്നുണ്ടോന്നിരിക്കുന്നത്. സ്ഥലങ്ങളെല്ലാം കണ്ട് ഒരുവിധമായി കഴിയുമ്പോൾ ബോട്ടിങ്ങിനൊക്കെ പോകണം. നമ്മളിങ്ങനെ നടന്ന് രണ്ടുപേര് ബോട്ടിങ് പോകുന്നുണ്ട് ഗൈസ്. 2 പേർ പോകുന്നുണ്ട് ബോട്ടിങ്. ചവിട്ടുന്ന ടൈപ്പാണിത്, ചവിട്ടുന്നത്. നമ്മൾ ഏകദേശം തീരാറായി. ഏകദേശം നമ്മൾ തീരാറായി വരുന്നു. ഇതൊരു സ്മോൾ റെസ്റ്റോറൻ്റ് ആണ്. ഈ സ്ഥലത്തിൻ്റെ പേര് എസ് റോഡ് മൺ റോഡ് തുരുത്ത് എന്നാണ് ഗൈസ്. എസ് വളവ് മൺ റോഡ് തുരുത്ത്. നമ്മൾ ഏകദേശം എത്തി കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. നമ്മൾ ഏതാണ്ട് കരയ്ക്കകത്തെത്തി കഴിഞ്ഞു. അവസാനം സ്ഥലത്തേക്ക്. ഇതൊരു ബോട്ടാണ്. ആൾക്കാരൊക്കെ ബോട്ടിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറുകയാണ് കുട്ടിലക്കാട്. നമ്മളങ്ങനെ ഇത് കുറച്ച് പേര് ഇരിപ്പുണ്ട്. ഇവിടെയൊക്കെ ബോട്ട് പോകും, കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട്. ഇവിടെ കൊണ്ടൊരു ബോട്ട്. ആൾക്കാർ യാത്ര തുരത്ത് കണ്ട് പോവാണ്. ചെറിയ മരങ്ങളൊക്കെ കുഞ്ഞു ദ്വീപുകൾ കണ്ടു പോവാണ്. അതുകൊണ്ട് ഇവിടെ കുറച്ച് പേര് വരുന്നുണ്ട്. ഒരു ഫാമിലി, 4 പേര് ഫാമിലി വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ പാലത്തിൻ്റെ അവസാനത്തേക്ക് തിരിക്കുകയാണ്. സ്ഥലം കാണാൻ അടിപൊളിയാണ്. ഇവിടെ ഒരു ബോട്ട് ഇടിച്ചു നിന്നിരിക്കുകയാണ്. അവർ ഇറങ്ങാനുള്ള ശ്രമത്തിലാണ്. നമ്മൾ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട് അപ്പു.
വ്ളോഗ് എടുത്ത് കായൽ പോരുതെന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, കൂട്ടുകാരൻ പറഞ്ഞിരിക്കുന്നു. യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, അതിനകത്ത് വ്ളോഗ് വരും കണ്ടോ ഗേയ്സ്. അങ്ങനെ നമ്മൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും വെള്ളത്തിൽ കൂടെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ പേര് ബോട്ട് ചെയ്യുന്നുണ്ട്, ബോട്ടിങ്ങിൽ പോകുന്നുണ്ട് കുറേ പേര്. ഇവിടെ ഒരു അരണ്ണത്തിൻ്റെ ബോട്ട് കിടപ്പുണ്ട് ഗൈസ്. വീണ്ടും ഞങ്ങൾ വെള്ളത്തിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴുള്ള വെള്ളം മുട്ടിന് മേളിലേക്കായിട്ടുണ്ട്. ആഴം കൂടുന്നോറും ഞങ്ങൾ തന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഉണ്ട് ഇടക്കറിക്ക് ഞാൻ നടന്ന് പോവാണ്. മിക്കവാറും ഞാൻ വെള്ളത്തിൽ പോകാൻ ചാൻസ് ഉണ്ട് മൊബൈലുമായി ഗൈസ്. വെള്ളത്തിനടിയിൽ പായൽ ഉണ്ട്, ഭയങ്കര തെന്നലൊക്കെ ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല, പതുക്കെ നടക്കാൻ പറ്റുള്ളൂ. വെള്ളം കാണുന്നില്ലല്ലോ ഗൈസ്. വെള്ളം കലങ്ങിയത് കൊണ്ട് നടക്കുന്ന വഴി കാണാൻ പറ്റുന്നില്ല. അവിടെ ഒരു ചേട്ടൻ ചെറിയ ബോട്ട് തേച്ച് കഴുകിയെടുത്തിരിക്കുകയാണ് ഗൈസ്. ആ ബോട്ട് വെള്ളത്തിൽ മറിഞ്ഞടിച്ച് വീണിരിക്കുകയാണ്, തലകുത്തനെ വീണിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് ക്ലീൻ ചെയ്തിരിക്കുകയാണ് ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് കാഴ്ചകൾ കാണാം. ഇവിടെ എല്ലാ ആൾക്കാർ പോകുന്നുണ്ട്. അവിടെ ഫോറിൻ ഗസ്റ്റുകളൊക്കെ ഉണ്ട്. ഫോറിൻ ഗസ്റ്റുകളെയും കൊണ്ട് ചെറിയ ബോട്ടുകളിൽ സ്ഥലങ്ങളൊക്കെ കാണിച്ച് തുഴഞ്ഞാണ് പോകുന്നത്. അവിടെ ഒരു ചേട്ടൻ ബൈക്ക് ഓടിച്ച് വരുന്നുണ്ട് വെള്ളത്തിൽ കൂടെ. ബൈക്ക് ഓടിച്ച് വരികയാണ് സുഹൃത്തുക്കളെ. ബൈക്ക് ഓടിച്ച് ദാണ്ട ആ ചേട്ടൻ പോകുന്നു. ചേട്ടൻ വെള്ളത്തിൽ കൂടെ തന്നെ പോവാണ് വണ്ടി ഓടിച്ച്. വെരി ടാസ്ക് ഷോട്ടുകളാണ് ആ ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വീണ്ടും നടക്കാം. സ്ഥലങ്ങൾ കണ്ട് ഇവിടം വരെ ഉള്ളൂ. ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് വെള്ളമില്ലാത്ത ഭാഗങ്ങളാണ്. പക്ഷെ നടക്കാനുള്ള അത്യാവശ്യമുണ്ട്. അപ്പുറത്തും ആൾക്കാർ പോകുന്നുണ്ട്. കാഴ്ചയൊക്കെ കണ്ട് അതിലേക്ക് ഇറങ്ങി ഇങ്ങനെ നമ്മുടെ ഈ സ്ഥലത്തെത്തും. അവിടെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാൻ. ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന റിസോർട്ടിന് അവിടുന്ന് ബോട്ടിന് വരുവാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് വരേണ്ടി വരും. അവിടുന്ന് ഇങ്ങനെ നടന്ന് ഇതിലേ ഇങ്ങനെ വരേണ്ടി വരും. സുഹൃത്തുക്കളെ, എൻ്റെ കൂട്ടുകാരൻ വരുന്നുണ്ട് വെള്ളത്തിൽ തന്നെ നിന്ന്. അവനും വീഡിയോ എടുക്കുകയാണ്, നടന്ന് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും ഈ സ്ഥലങ്ങളൊക്കെ ചുറ്റി കണ്ട് വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നെപ്പോലെ തന്നെ അവനും എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും കിടക്കാം.